വചനമൊഴി ഏപ്രിൽ 17. വചനഭാഗം യാക്കോബ് 5:13-20, ലൂക്കാട് സുവിശേഷം 5:17-26. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഉത്തിതനായ മിശിഹായിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ തിരുവചനങ്ങൾ ധ്യാനിക്കുന്ന നമുക്ക് ഇന്ന് തിരുവചനം പറഞ്ഞു തരുന്നത് പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചും വിശ്വാസത്തിന്റെ ഫലത്തെക്കുറിച്ചുമാണ്. പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ നിന്നും നാം ശ്രവിക്കുന്നു. നീതിമാന്റെ പ്രാർത്ഥന ശക്തിയുള്ളതും ഫലപ്രദവുമാണ്. സന്തോഷത്തോടെ ആയിരിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുവാനും കഷ്ടതകളിൽ അവിടുത്തോട് പ്രാർത്ഥിക്കുവാനുമാണ് ശ്ലീഹ പറയുന്നത്. എല്ലായിടത്തും പ്രാർത്ഥനയാണ് നമ്മുടെ ശക്തി. ലൂക്കാ ശ്ലീഹായുടെ സുവിശേഷത്തിൽ നാം ശ്രവിക്കുന്നതും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒരു തളർവാദ രോഗിയെ കൊണ്ടുവരുന്ന 4 പേരുടെ വിശ്വാസത്തെ പ്രശംസിക്കുന്ന ഈശോയെയാണ്. വിശ്വാസത്തോടുകൂടി അവർ കർത്താവിന്റെ സന്നിധിയിലേക്ക് വരികയും കർത്താവിന്റെ കൃപ അനുഭവിക്കുകയും ചെയ്യുകയാണ്. ഈശോ ആ വ്യക്തിയുടെ ശരീരത്തെ മാത്രമല്ല ആത്മാവിനെ സൗഖ്യപ്പെടുത്തുന്നു. ആദ്യം ഈശോ ആ രോഗിയോട് പറയുന്നത് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ആത്മീകവും ശാരീരികവുമായ സൗഖ്യമാണ് അവിടുന്ന് നൽകുന്നത്. ഇന്ന് തിരുവചനം നമ്മോട് പറയുന്നത് നമ്മുടെ അനുദിന ജീവിതത്തിലും പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരുടെ വിശ്വാസത്തെ വളർത്തുവാൻ പറ്റുന്ന വിധത്തിൽ നമ്മുടെ പ്രവൃത്തികളിലൂടെ അവരെ സഹായിക്കുവാൻ, ഈശോ നൽകുന്ന സൗഖ്യവും കൃപയും അനുഭവിക്കുവാൻ, വിശ്വാസത്തോടുകൂടി കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ തിരുവചനം നമ്മെ ക്ഷണിക്കുന്നു. ഉത്തനായ മിശിഹ നൽകുന്ന സൗഖ്യവും സമാധാനവും സന്തോഷവും നമ്മുടെയും ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ കൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.